ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ 5 സവാള എടുത്തിരിക്കുന്ന സ്ലൈസ് രീതി അരിഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഞാൻ ഇതിലേക്ക് 2 ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ ചിക്കൻ ക്യൂബും കൂടെ നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മഞ്ഞൾ പൊടിയിട്ട്, ഗരം മസാല, പെരിഞ്ചീരപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, മല്ലിപ്പൊടി, പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു പ്രത്യേക ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. അതൊരു ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിലേക്ക്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, ചിക്കൻ മസാല മാത്രം ചേർത്താൽ മതി. ഇനി ഈ പൊടികളെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഞാൻ 2 തക്കാളി ചെറിയ രീതി അരിഞ്ഞതുണ്ട്, അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വേകട്ടെ. വെന്തുടയുന്ന വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സിമ്മിൽ വെച്ച് വേണം ഇതൊന്ന് വേവിക്കാൻ. അതവിടെ നിന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് ചിക്കൻ പുരട്ടാം. നമ്മൾ റോസ്റ്റ് ചെയ്യുവാണല്ലോ, അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ അരപ്പിലേക്ക് ഇടുന്നത്. അതിനായി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ഞാൻ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, പെരിഞ്ചീരപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലെക്സ്, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അല്പം വിനാഗിരി, ഞാൻ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലോർ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക, കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ട. സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ കാര്യം മറന്നു പോരുത്. നമ്മുടെ അരപ്പ് അവിടെ കിടന്ന് ഇങ്ങനെ നന്നായി തിളക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഏകദേശം അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. അതിനായി ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ എണ്ണയും ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ഓരോ ചിക്കൻ വീതം ഇട്ട് നന്നായി തിരിച്ചും മറിച്ചും നന്നായി ഒന്ന് കുക്ക് ചെയ്യുക. ഒരുപാട് ഫ്രൈ ആകണ്ട, ആ ഫ്രൈ ആയാൽ മതി. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റിൽ ഇടേണ്ടതാണ്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇടാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തിളച്ച് വരുന്ന അരപ്പിലേക്ക് നമ്മുടെ ഫ്രൈ എല്ലാം കൂടി ഇട്ട് നമ്മുടെ അരപ്പും ചിക്കനും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സ്പൈസി ചിക്കൻ റോസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിച്ചപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.